റജി, ഇതിനകത്ത് ഒരുപാട് പ്രശ്നം. താങ്കൾ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളാണ്. 2 മാസമായതല്ലേ ഉള്ളൂ, വല്ലാത്ത വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നു. വിമർശനങ്ങൾ ഉന്നയിച്ച ആരൊക്കെയാണ്? ഇന്ന് അലോഷ്യസ് സേവ്യർ, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം അവിടെ തേവരയിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതും അലോഷ്യസ് സേവ്യറിനെ പരിഗണിക്കാതെ മുഖം പോലും കൊടുക്കാതെ പോയതും VD സതീശൻ പോയതൊക്കെ കാണാൻ മറുപടി പറഞ്ഞൊക്കെ കേട്ടതാണ്. അലോഷ്യസ് സേവ്യർ പറഞ്ഞതാണ് അന്ന് ഈ പ്ലീഡർ KSUവിനെതിരെ നിന്ന ഒരാളിനെ ഗവൺമെൻറ് പ്ലീഡർ ആക്കിയത് തെറ്റാണെന്ന് വരികയാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഇനിയും ആവർത്തിക്കും പറഞ്ഞത് അലോഷ്യസ് സേവ്യറാണ്. മാത്യു കുഴൽനാടൻ ഈ ചർച്ചയ്ക്ക് തുടക്കത്തിൽ ആദ്യം ഞങ്ങൾ കേൾപ്പിച്ചതാണ്. മാത്യു കുഴൽനാടൻ പറഞ്ഞു ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു സർക്കാർ ആ ഉത്തരവാദിത്തോടെ പെരുമാറണം പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു KSUവിനെ അങ്ങനെ തള്ളിക്കളയരുത്, അങ്ങനെയുള്ള പ്രസ്ഥാനമല്ല. നമുക്കറിയാം KSUവിലൂടെ നിങ്ങളുടെ അടക്കം നേതാക്കൾ ആദ്യത്തെ ആൻ്റണി KSUവിൽ നിന്നാണ്, ഉമ്മൻചാണ്ടി KSUവിൽ നിന്നാണ്. എല്ലാ നേതാക്കളും നിങ്ങളുടെ KSUവിൽ നിന്ന് വന്ന് വലിയ മുഖ്യമന്ത്രിമാരായ ആൾക്കാരാണ്. പിന്നെ മാത്രമല്ല, മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വെടിപൊട്ടിച്ചവരാണ് VM സുധീരൻ. ശേഷാദ്രിനാഥിൻ്റെ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കിയവരാണ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി. ഇതൊക്കെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് CPM നേതാക്കളോ ആരെങ്കിലും പറഞ്ഞാണോ? നിങ്ങളുടെ നേതാക്കളെ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവർക്ക് തന്നെ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ. അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക? ഇപ്പോൾ കേരളത്തിലെ പല പ്രതിസന്ധികളുടെയും കാരണം ഈ 2 മാസത്തിന് മുമ്പേ ഇവിടെ ഭരിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറ് അദ്ദേഹം സൂചിപ്പിച്ചു, വൈദ്യുതി വകുപ്പ് മന്ത്രി. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ സണ്ണി ജോസഫ്. ഇവിടെ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ നിന്ന് തുടങ്ങാം. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നത് 25 വർഷത്തേക്ക് 2040 വരെ. ആ കരാറിനെ LDF സർക്കാർ പൊളിച്ചെഴുതി. അതിൻ്റെ ഒക്കെ പരിണത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഉപഭോഗം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അസ്വസ്ഥപ്പെടരുത്. പുതിയതായി ഒരു സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുമ്പ് വരെ ഭരിച്ചിരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഞാൻ എങ്ങനെ ചോദിക്കട്ടെ, അസ്വസ്ഥപ്പെടാതെ എങ്ങനെ ഇരിക്കും? ഇന്നാണ് വൈദ്യുതി കട്ടിൻ്റെ പേരിൽ ഓക്സിജൻ കിട്ടാതെ ഒരാൾ മരിച്ചത്. എങ്ങനെ അസ്വസ്ഥപ്പെടാതിരിക്കും? യുവജനങ്ങൾ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് കിട്ടുന്നില്ല, എങ്ങനെ അസ്വസ്ഥപ്പെടാതിരിക്കും? പിന്നെ താങ്കൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, നിങ്ങൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യത്തെ വിടൂ. കഴിഞ്ഞ സർക്കാർ കാണിച്ച തെറ്റുകൾ ആവർത്തിക്കാനാണോ നിങ്ങൾ വീണ്ടും തുടരുന്നത്? തെറ്റാണെങ്കിൽ പിന്നെ മാത്രമല്ല, കഴിഞ്ഞ സർക്കാർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി കൊടുത്തെങ്കിൽ ഇവിടെ പ്രശ്നം പരിഹരിച്ചില്ലേ? എവിടെയാണ് വൈദ്യുതി പ്രശ്നം ഉണ്ടായത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനിച്ച കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ വന്നവരെ പഠിപ്പിച്ചു. അത് കാര്യത്തിൽ നിങ്ങൾ വളരെ വിദഗ്ധന്മാരാണ്. കാരണം ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ടെന്ന് പുതുതായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടല്ലോ. കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ആസൂത്രണമുണ്ടോ? നിങ്ങൾക്ക് ഇമാജിനേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ, 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിക്ക് 10 രൂപ മുതൽ 14 രൂപയ്ക്ക് വരെ പിന്നെ വാങ്ങിക്കേണ്ടി വന്നു. എന്നിട്ട് ആ കരാർ റദ്ദാക്കി. പകരം ഒരു കരാർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് വാസ്തവമല്ലേ? ഇനി ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് 2 മാസത്തിന് മുമ്പ് വരെ കേരളം ഭരിച്ച വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നോക്കി അതിന് തുടക്കമിട്ടതാരാണ്? ഇതെല്ലാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ലേ അതിൻ്റെ നടപടികൾ മുഴുവൻ സ്വീകരിച്ചത്. ഇനി PM ശ്രീയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന രതീഷ് കാളിയാടൻ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞ എന്താ? PM ശ്രീയിൽ ഒപ്പിട്ടു, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. രതീഷ് കാളിയാടൻ്റെ വിഷയമൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി അടക്കമുള്ളത് പറഞ്ഞാണ്. അതൊരു, ഞാൻ ചോദിക്കട്ടെ, അല്ല ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു മുൻ ജീവനക്കാരൻ പറയുന്നതാണോ ഒരു സർക്കാരിൻ്റെ നയം? അല്ലല്ലോ. അതല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ റജി, ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനാണ് നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. ഈ കഴിഞ്ഞ സർക്കാർ എടുത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ വോട്ട് തേടിയത്. PM ശ്രീയിൽ കഴിഞ്ഞ സർക്കാർ പ്രശ്നമായിരുന്നെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. വഖഫ് വിഷയത്തിൽ പ്രശ്നമായിരുന്നെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പറഞ്ഞത് വൈദ്യുതിയുടെ കാര്യത്തിലായാലും നിങ്ങൾ ഇതൊക്കെ പൊളിച്ചെഴുതണ്ടേ? അതിനല്ലേ നിങ്ങൾക്ക് വോട്ട് നിന്നത്? നോക്കൂ, അതെല്ലാം ഒന്നൊന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ വളരെ സുസംഘടിതമായി സുസജ്ജമായി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ നടപടികൾ അനുദിനം ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. അഴിമതി അന്വേഷിക്കാനുള്ളത് അഴിമതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ നടപടികൾ സ്വീകരിക്കേണ്ടത് നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയറ്റ ഒരു കേരളത്തിൽ നിന്ന് നിക്ഷേപത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ
ഞാൻ പറയാം, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പലപ്പോഴും വലിയ പരാജയമായിട്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2006 മുതൽ 2011 വരെ ഭരിച്ച VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഈ ഭാവിയിലേക്ക് ഉതകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ആ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. നമ്മുടെ കേരളത്തിലെ നമ്മൾ ഇനിയും പഴയ ചില പഴയ ചിലത് എടുത്ത് കാര്യമില്ല. താങ്കൾ പറഞ്ഞല്ലോ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നൊക്കെ മറുപടി പറയാൻ പ്രകാശ് മാസ്റ്റർ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വിഴിഞ്ഞൻ കരാറിലേക്കായിരിക്കും പറഞ്ഞോളൂ വളരെ പെട്ടെന്ന് പറഞ്ഞു. അതായത് ഈ കേരളത്തിലെ യുവജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാരിനെ നോക്കിക്കാണുന്നത്. ഇവിടെ വികസനം വേണം, ഇവിടെ തൊഴിൽ വേണം, ഇവിടെ വരുമാനം ഉണ്ടാകണം, നമ്മുടെ നാട് വികസിക്കണം. അതിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ശക്തിയായി നിൽക്കരുത് ഇവിടുത്തെ പ്രതിപക്ഷം. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഏറ്റ തിരിച്ചടിയല്ല, ഇതിനേക്കാൾ ഭയാനകമായ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിലപാട് സ്വീകരിക്കുവാൻ. തെറ്റുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാട്ടാം, അതിലൊരു തർക്കവുമില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് തുറന്ന മനസ്സാണ്. ഇവിടെ ശ്രീ അലോഷ്യസ് സേവ്യറിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കോൺഗ്രസ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചോ ഇടതുപക്ഷ കക്ഷികളെ പോലെയുള്ള കേഡർ പാർട്ടിയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്. അത് പാർട്ടി തലങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. എത്രയോ പ്രമുഖ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ശ്രീ ശശി തരൂർ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ശ്രീ VM സുധീരൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ എല്ലാ കാലങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തെറ്റായിട്ട് പരിഗണിക്കുന്നില്ല. അതിന് ചില അതിർവരമ്പുകളുണ്ട്. പാർട്ടി വേദിയിൽ സംസാരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു തെറ്റും ഇവിടെ സംഭവിച്ചിട്ടില്ല. പാർട്ടി നേതൃത്വം ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ശ്രീ അലോഷ്യസ് സേവ്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാർട്ടി എന്നെ വിളിച്ചു, എൻ്റെ പാർട്ടി എന്നെ കേൾക്കാൻ തയ്യാറായി. ബഹുമാന്യനായ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എൻ്റെ നേതാവാണ്, അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൽ എന്തോ വലിയ പ്രതിസന്ധികളാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അല്ല ശ്രീ രജി, അങ്ങനെ ആരെങ്കിലും വരുത്തി തീർക്കാൻ ഇവിടെ ആരും മെനക്കെടുന്നൊന്നുമില്ല.